ഹായ്, ഇത് ഇന്നത്തെ മാത്സ് അസൈൻമെൻറ്റ് ആൻസറാണ്. ഇച്ചിരി ലേറ്റായി പോയിട്ടോ, സോറി, കുറച്ച് ബിസി ആയിരുന്നു. അത് കാരണം തന്നെ മലയാളം മീഡിയം കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ഓരോ ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. അപ്പം നമ്മളത് എഴുതണം. ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാ? 1, 3, 5, 7 ശ്രേണി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ടേം വേണം, കോമൺ ഡിഫറൻസും വേണം. ഫസ്റ്റ് ടേം എന്താ? ആദ്യ പദവും വേണം, അതുപോലെ തന്നെ പൊതുവ്യത്യാസവും വേണം. ഇവിടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത് നമുക്ക് എ കൊണ്ട് സൂചിപ്പിക്കാം. അതെന്ന് പറയുന്നത് 1 ആദ്യത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം 1 കണ്ടല്ലോ. നമ്മൾ ഒറ്റ സംഖ്യ 1 എന്നല്ല തുടങ്ങുന്നത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടുക. അത് 3 - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 2. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ എഴുതുന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ട, മലയാളം മീഡിയം കുട്ടികൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യ പദം ഈക്വൽസ് 1, രണ്ടാമത് കോമൺ ഡിഫറൻസിൻ്റെ സ്ഥാനത്ത് പൊതുവ്യത്യാസം ഈക്വൽസ് 2. ഇനി ആൾജിബ്രായിക് എക്സ്പ്രഷൻ മലയാളം മീഡിയംകാർ എന്ത് എഴുതും? ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത് ഈക്വൽസ് dn + a - d. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് dn + a - d. ഡി എന്ന് വെച്ചാൽ എന്തുവാ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. എന്താ നമുക്കിവിടെ കിട്ടിയത്? ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ സീക്വൻസിൽ ശ്രേണിയിൽ നമുക്ക് കിട്ടിയത് 2. അപ്പോൾ 2n -1 എന്ന് പറയുന്നത് എങ്ങനെ -1 എങ്ങനെയാണ് കിട്ടിയത്? dn കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോർമുലയിൽ a - d ആണ് വരുന്നത്. a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദമാണ്, 1. കോമൺ ഡിഫറൻസ് 2. ആദ്യത്തെ പദമായിട്ടുള്ള എയിൽ നിന്ന് 1-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് 2n - 1. ഇത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ സാധാരണ 1, 2, 3 പോകുന്നില്ല, ആ നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിനെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്ന ആ ഒരു ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 റിമൈൻഡർ വരുന്ന ഒരു ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നമ്പർ എന്താണ്? 1. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 4. 4-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും? നമുക്ക് 4-ൽ ഒരു 3 അല്ലേ ഉള്ളത്. ഒരു 3 വന്നതിന് ശേഷം 1 ശിഷ്ടം വരില്ലേ? അത്തരത്തിലുള്ള നമ്പറാണ് ഇങ്ങനെ എഴുതി പോയിട്ടുള്ളത്. 1, 4, 7, 10, 13, 16 അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന എ എന്തുവാണ്? 1. ഡി അഥവാ പൊതുവ്യത്യാസം എന്താണ്? 3. എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് 4-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴത്തേക്കും 3 കിട്ടും. അതുപോലെ തന്നെ 7-ൽ നിന്നും 4 കുറയ്ക്കുമ്പോഴത്തേക്കും 3 കിട്ടും. നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് dn + a - d പൊതുവ്യത്യാസവും ആദ്യ പദവും കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കാണ്. പൊതുവ്യത്യാസം എന്തുവായിരുന്നു? ശ്രേണിയുടേത് 3. ഇപ്പം കോമൺ ഡിഫറൻസ് 3. അപ്പം നമ്മൾ ഡിയുടെ സ്ഥാനത്തെടുത്തിട്ടു 3n ആയി. എന്നിട്ട് a - d + a - d 1 - 3 ചെയ്യുമ്പോൾ -2. അങ്ങനെയാണ് 3n - 2 എന്ന് പറയുന്ന ഒരു ബീജഗണിത സമവാക്യം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മൂന്നാമത്തെ സബ് പാർട്ടാണ് കേട്ടോ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ശ്രേണി അത് 1-ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ശ്രേണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത സമവാക്യം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 1-ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 കഴിഞ്ഞിട്ട് ഇനി 1-ൽ അവസാനിക്കുന്നത് 11, അത് കഴിഞ്ഞിട്ട് 21, 31 അങ്ങനെ അത് പോവും. അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1. പൊതുവ്യത്യാസം എന്തുവാണ്? ഡി എന്ന് പറയുന്നത് 10. 11-ൽ നിന്ന് 1 കുറച്ചാൽ 10 കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് 21-ൽ നിന്ന് 11 കുറച്ചും കണ്ടുപിടിക്കാം, 31-ൽ നിന്ന് 21 കുറച്ചും കണ്ടുപിടിക്കാം. തൊട്ട് മുന്നിലത്തെ ടേമിൽ നിന്ന് പിന്നിലത്തെ ടേം കുറയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്.
ഇപ്പോഴത്തേനും പോലെ നമ്മൾ dn + a - d എന്ന് പറയുന്ന ഫോർമുലയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് 10n - 9 ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ശ്രേണി തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ശ്രേണി തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. 1ലും 6ലും അവസാനിക്കുന്ന നമ്പേഴ്സ് വെച്ചിട്ടുള്ള ശ്രേണിയാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ 1 ആയിരിക്കും, രണ്ടാമത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6ൽ എൻഡ് ചെയ്യുന്നത്. അടുത്തെന്താ, 1ൽ എൻഡ് ചെയ്യുന്നത് 11, പിന്നെ 16, ഇങ്ങനെ ഈ ശ്രേണി പോവും. അപ്പം എ എന്ന് പറയുന്നത് എന്തുവാണ് ഇവിടെ? ആദ്യത്തെ പദം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ഡി എന്ന് പറയുന്നത് 6 - 1 = 5. dn + a - d ഫോർമുലയിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 5n - 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തുള്ളൊരു ക്വസ്റ്റ്യൻ, ഫിഗർ വരയ്ക്കാൻ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടും ഞാൻ ഇച്ചിരി ബിസി ആയതുകൊണ്ട് ഇതിൽ ഫിഗർ വരച്ചിട്ടില്ല. പക്ഷേ കൂട്ടുകാരെ ആ ഫിഗർ നോക്കണം കേട്ടോ. ഇതിന് ഫിഗർ ഇല്ല, അടുത്ത ക്വസ്റ്റ്യനാണ് ഫിഗർ ഉള്ളത്. നിങ്ങൾക്ക് പഠിച്ച ചില കാര്യങ്ങൾ, 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിൽ ഓർക്കേണ്ടി വരും ഈ ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് an equilateral triangle, while write the algebraic expression for the sequence of the sums of the inner angles, the sums of the outer angle, the measures of the inner angle and the measure of outer angle. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതൊരു റെഗുലർ പോളിഗൺ ക്രമമായിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ബഹുഭുജങ്ങളുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളെ ത്രികോണം, അതുപോലെ തന്നെ ചതുരം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവില്ലേ, പഞ്ചഭുജം, ഷഡ്ഭുജം, അതുപോലെ പോകുന്നില്ലേ? അങ്ങനെ പോകുന്ന ബഹുഭുജങ്ങളുടെ അകത്തുള്ള ആംഗിളും അതുപോലെ തന്നെ പുറത്തുള്ള ആംഗിൾസിൻ്റെയും സമ്മൊക്കെ വെച്ചിട്ട് സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ്, ത്രികോണം തൊട്ട് നമ്മൾ എടുക്കണം. അതിൻ്റെ അകത്തുള്ള എത്ര മൂലകൾ, ഇപ്പോൾ ഒരു ത്രികോണം എന്ന് പറയുന്നത് 3 സൈഡ്സ് ഉള്ള ഒരിതാണ്. അപ്പോൾ അതിന് 3 ആംഗിൾസും ഉണ്ട്, 3 സൈഡ്സും 3 ആംഗിൾസും. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ, ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ കേട്ടോ. അപ്പം ഒരു ത്രികോണത്തിന് 3 കോണുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്, അതായത് സമപാർശ്വ ത്രികോണമാണ്. ഇക്വിലേറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമഭുജ ത്രികോണമാണ്. എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്ന ത്രികോണം, അതിനെയാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിനകത്തുള്ള എല്ലാ കോണുകളും അല്ലെങ്കിൽ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിലെ മൊത്തം കോൺസ് എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും 60 + 60 + 60 എന്ന് പറഞ്ഞാൽ 180. അതാണ് സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. നമ്മുടെ ത്രികോണത്തിൽ നിന്നാണ് ഇത് നമ്മൾ എഴുതി തുടങ്ങുന്നത്. ആദ്യം ത്രികോണത്തിൻ്റെ 60 കൂട്ടുമ്പോഴത്തേക്കും 180. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതുരത്തിൻ്റെ കാര്യമാണ് എഴുതുന്നത്. ചതുരത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിൾസ് കൂട്ടുമ്പോൾ എങ്ങനെയാണ് വരിക? ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി. അപ്പം ചതുരത്തിന് എത്ര ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട്. അപ്പം 90 + 90 + 90 + 90 എന്ന് പറയുമ്പോഴത്തേക്കും ആംഗിൾസ് എത്രയാവും? 360. അങ്ങനെയാണ് ഈ ആംഗിൾസ്, ഇന്നർ ആംഗിൾസ് കൂടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചതുരം കഴിഞ്ഞിട്ട് പഞ്ചഭുജം വരും, പഞ്ചഭുജം കഴിഞ്ഞിട്ട് ഷഡ്ഭുജം വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോ പെൻറ്റഗൺ, പഞ്ചഭുജം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പെൻറ്റഗൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ അകത്തുള്ള കോണുകൾ, ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള കോണുകളുടെ സം എഴുതുകയാണെങ്കിൽ, തുക എഴുതുകയാണെങ്കിൽ അത് പോകുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ 180, 360, 540, 720 എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 180 ത്രികോണത്തിൻ്റെയാണ്, 320 എന്ന് പറഞ്ഞാൽ ചതുരത്തിൻ്റെയാണ്, റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ളതാണ്. 540 എന്ന് പറയുന്നത് ഒരു പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജത്തിൻ്റെ അകത്തുള്ള എല്ലാ കോണുകളും കൂടെ 5 കോണും കൂടെ കൂട്ടുമ്പം കിട്ടുന്നതാണ് 540. അങ്ങനെയാണിത് പോകുന്നത്. അപ്പം നമുക്കിവിടെ എഴുതേണ്ടത്, നമ്മൾ ആദ്യം ഈ ഒരു ശ്രേണി എഴുതിയിട്ടുണ്ട്, സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ശ്രേണി എഴുതിയിട്ടുണ്ട്. നമുക്കിനി അവിടെ എല്ലായിടവും നേരത്തെ ചെയ്തപ്പോൾ തന്നെ ആദ്യ പദം ഫസ്റ്റ് ടേം ഇവിടെ എഴുതാം. 180 ആണ്. പൊതുവ്യത്യാസം 360 നിന്ന് 180 കുറച്ചപ്പോൾ നമുക്ക് 180 കിട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ഫോർമുല dn + a - d കൊടുത്തിട്ടുണ്ട്. ഡി എന്താണ്? 180. ഇപ്പോൾ 180n കിട്ടി. ഇനി പ്ലസ് a - d. a എന്ന് പറഞ്ഞാൽ ഇവിടെ 180 ആണ്, d എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 - 180 എത്ര? 0 ആവില്ലേ? 0. അപ്പം dn + a - d എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 180n. ഇതാണ് ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നിങ്ങളിവിടെ കാണുന്നുണ്ടോ?
ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഈക്വൽസ് 180n, അല്ലെങ്കിൽ ഇവിടുത്തെ ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത് 180n ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, ബാഹ്യ കോണുകളുടെ തുകയുടെ ശ്രേണി എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. ബാഹ്യ കോണുകളുടെ ശ്രേണി എഴുതാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് 360 360 360 തന്നെ ആയിരിക്കും പോണേ. ഏത് ബഹുഭുജാണെങ്കിലും ഏത് പോളിഗൺ ആണെങ്കിലും പുറത്തുള്ള ആംഗിൾസ്, എക്സ്റ്റീരിയർ ആംഗിൾസ് കൂടില്ല. അത് നിങ്ങൾ പഠന പ്രവർത്തനമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ബഹുഭുജങ്ങൾ ഏതായാലും അതിൻ്റെ പുറത്തുള്ള ആംഗിൾസിൻ്റെ തുക കൂടില്ല, 360 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 360 തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് വൺ ഇൻറ്റീരിയർ ആംഗിൾ, അകത്തുള്ള കോണുകളിലെ ഓരോ പോളിഗണിൻ്റെ അല്ലെങ്കിൽ ഓരോ ബഹുഭുജത്തിനെയും നമ്മൾ എടുത്തിട്ട് അതിനുള്ള അകത്തുള്ള ഒറ്റ ആംഗിളിൻ്റെ സീക്വൻസാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം ത്രികോണത്തിന് മൊത്തം എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും കോണുകൾ 180 ആണ്. അപ്പം ഒരു കോൺ എത്ര ഉണ്ടായിരിക്കും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 180 ഡിവൈഡഡ് ബൈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ എണ്ണം 3. അപ്പം 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ആണ് ഒരു കോണിൻ്റെ, ത്രികോണത്തിൻ്റെ ഒരു കോണിൻ്റെ അളവെന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ശ്രേണിയുടെ ആദ്യ പദം 180/3. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചതുരത്തിൻ്റെ കേസ്, റെക്റ്റാങ്കിളിൻ്റെ കേസിലേക്കാണ് വരുന്നത്. ചതുരത്തിലെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം എല്ലാം കൂടെ കൂട്ടി കിട്ടുന്നത് നമുക്ക് 360 ആണ്. അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. പക്ഷെ നിങ്ങൾ 90 ഡിഗ്രി എന്ന് എഴുതേണ്ട, 360/4 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചഭുജം അല്ലെങ്കിൽ പെൻറ്റഗണിൻ്റെ കേസിലോട്ട് പോവുകയാണ്. മൊത്തം കോണ് 540 ആണ്. ഒരു കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം കോണ് ആയ 540 ഡിവൈഡഡ് ബൈ ഭാഗം 5 എന്ന് വെച്ചാൽ പഞ്ചഭുജത്തിൻ്റെ 5 വശങ്ങളാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണേ. ഇങ്ങനെ പോകുന്നൊരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒന്നും എടുത്തിട്ടല്ല എഴുതുന്നത്. അങ്ങനെ എടുത്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഇത് നോക്കിക്കേ, ഇതിൻ്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശഭാഗം നോക്കിക്കേ. ഈ ഒരു സീക്വൻസിൻ്റെ 180 360 540 അങ്ങനെ പോവാണ്. അതായത് 180 × 2 ആണ് 360. അതുപോലെ ഇതൊരു ഇങ്ങനെ 180 × 3 ആണ് 540 വരുന്നത്, ഇല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 180 × n എന്ന് എഴുതാൻ പറ്റും. കാരണം 180 × n നമ്മൾ ആദ്യം 180 × n എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 180 കിട്ടാൻ വേണ്ടി എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. അപ്പം 180 കിട്ടും. 360 കിട്ടാൻ വേണ്ടിയിട്ട് എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ മതി. അപ്പം നമുക്ക് 360 കിട്ടും. അത് കഴിഞ്ഞിട്ട് 540 കിട്ടാൻ വേണ്ടിയിട്ട് എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ മതി. അങ്ങനെ പോകാൻ പറ്റും. അപ്പം 180 n നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിൽ എഴുതി. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ n+2. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇവിടുത്തെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദഭാഗത്ത് 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ n+2 എഴുതുന്നത്. n എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 അങ്ങനെയുള്ള നമ്പേഴ്സാണ്. അപ്പം ആദ്യ പദം കണ്ടുപിടിക്കാൻ നമ്മൾ എൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പം 180 × 1 അംശത്തിൽ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ അത് 180 തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ n+2 എന്നിൻ്റെ ഭാഗത്ത് നമ്മൾ 1 കൊടുക്കുമ്പോഴത്തേക്കും 180 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ആദ്യ പദം കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത് സീക്വൻസ് ഓഫ് വൺ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ ബാഹ്യ കോണുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു കോൺ, ബാഹ്യ കോണുകളുടെ തുകയാണ് 360. അതുപോലെ തന്നെ നമ്മൾ ഒരു ബാഹ്യ കോണിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ബാഹ്യ കോൺ എന്താണെന്ന് കണ്ടുപിടിക്കണം ഓരോ ബഹുഭുജത്തിൻ്റെയും. എന്നിട്ട് അതിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്ന് പറയുന്നത് ബാഹ്യകോൺ എത്രയാണ്? എല്ലാ ബഹുഭുജങ്ങൾക്കും 360 ആണ്. എല്ലാ പോളിഗൺസിനും 360 ആണ്, ത്രികോണം തൊട്ട് ട്രയാങ്കിൾ തൊട്ട്. അപ്പം 360 ഡിവൈഡഡ് ബൈ 3 ത്രികോണത്തിൻ്റെ കേസിൽ 360 ആണ് ബാഹ്യകോണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. 360/4 ചെയ്യുമ്പോഴത്തേക്കും ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ഇത് കിട്ടി. എന്തുവാ? ഒരു കോൺ കിട്ടി. അങ്ങനെ ഒരു സീക്വൻസ് ആണ് പോകുന്നത്. ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. കാരണം മേളിൽ 360 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ 360 അങ്ങ് ഫിക്സ് ആക്കുക. കണ്ടോ? 360 തന്നെയാണ്. താഴെ നോക്കിക്കേ, 3 4 5 എന്നിങ്ങനെ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഈ ഒരു 3, 4, 5 ഒന്നും പോകുന്നില്ല. അത് n+2 എന്ന് നിസ്സാരമായിട്ട് എഴുതാം. എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് താഴെ 3 ആണ്. ആ 3 എന്ന് പറയുന്നത് 2ൻ്റെ കൂടെ 1 കൂട്ടിയതാണ്. അപ്പോൾ n അവിടെ കൊടുക്കുക. എന്നിൻ്റെ വാല്യൂ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1, 2, 3, 4 അങ്ങനെയല്ലേ പോകണേ. അപ്പം 3 അവിടെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 360 അവിടെ എഴുതിയതിന് ശേഷം ഡിവൈഡഡ് ബൈ n+2 ആണെന്ന് എഴുതാൻ അറിയാത്ത കൂട്ടുകാർ, നമ്മൾ സാധാരണ പഠിച്ചിട്ടില്ലേ ഒരു ശ്രേണിയുടെ ബീജഗണിത സമവാക്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, dn+a - d ആ ഫോമുലയിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ 3 ആണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്, 4 - 3. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആൻസർ ഇട്ടു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ഫിഗർ ഉണ്ട്, ടെക്സ്റ്റിലെ ഫിഗേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. 3 ത്രികോണങ്ങളും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ത്രികോണങ്ങൾ, ചുവന്ന ത്രികോണങ്ങളും വെള്ള ത്രികോണങ്ങളും ഉണ്ട്. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള സീക്വൻസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദി പിക്ചർ? എത്ര ചുവന്ന ത്രികോണങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പടം എടുത്തിട്ടുണ്ടെങ്കിൽ പിക്ചറിൽ 3 ചുവന്ന ത്രികോണങ്ങളുണ്ട്. രണ്ടാമത്തെ പടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 9 ചുവന്ന ത്രികോണങ്ങളുണ്ട്. മൂന്നാമത്തെ പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 27 ചുവന്ന ത്രികോണങ്ങളുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ടേക്കിംഗ് ദ ഏരിയ the origin is 1, compute the area of a small triangle in the picture. അതായത് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ മുറിക്കാത്ത ത്രികോണത്തിൻ്റെ ഒരു ത്രികോണം മുറിക്കാതെ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 1 എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ മുറിക്കാണ്ട് 1 ഏരിയയെങ്കിൽ അതിലുള്ള ഒരു കുഞ്ഞി ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഈ ഓരോ പടങ്ങളിലുള്ള കുഞ്ഞു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പിക്ചർ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. ആദ്യത്തെ പിക്ചറിലാണെങ്കിൽ നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് നോക്കണേ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ പിക്ചറിലാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. 4 കുഞ്ഞു ട്രയാങ്കിൾസ് അതിനകത്തുണ്ട്. മൊത്തത്തിൽ ഏരിയ എന്ന് പറയണത് 1 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര വരും? 1/4, 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തത് ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തെ പടത്തിൽ ത്രികോണങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പടത്തിൽ എന്ന് പറയുന്നത് 1 മുഴുവൻ ഏരിയയെങ്കിൽ ഈ ത്രികോണങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1/16 എന്ന് കിട്ടും. ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ. തേർഡ് പിക്ചറിൽ എത്ര ത്രികോണങ്ങളുണ്ട്? മൊത്തത്തിൽ 64 ത്രികോണങ്ങൾ അല്ലെങ്കിൽ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/64 ചെയ്യും. അതായത് മൊത്തം ഏരിയ 1 ആണെങ്കിൽ, പരപ്പളവ് 1 ആണെങ്കിൽ 64 എണ്ണത്തിന് എത്രയായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 1/64 എന്നുള്ള ആൻസറാണ് അതിന് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിലുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ പടത്തിലും ചുവന്ന ത്രികോണങ്ങളുടെ മൊത്തം ഏരിയ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇൻ ദ ഫസ്റ്റ് ട്രയാങ്കിൾ ടോട്ടൽ ഏരിയ ഓഫ് ദ റെഡ് ട്രയാങ്കിളിൻ്റെ മൊത്തം ഏരിയ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പടത്തിൽ 3 ചുവന്ന ത്രികോണങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഓരോ ത്രികോണത്തിൻ്റെയും ഏരിയ എത്രയാണെന്നും കണ്ടുപിടിച്ചു. അപ്പം ആകെയുള്ള ചുവന്ന ത്രികോണങ്ങൾ ഇൻറ്റു ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. അപ്പം ആദ്യത്തെ പടത്തിൽ 3 ത്രികോണങ്ങളുണ്ട് ചുവന്നത്. 3 × 1/4, 1/4. 1/4 എന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 3/4 എന്നുള്ള ഒരു ആൻസർ കിട്ടും. 3/4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, 4/3 മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ഇൻ ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തെ പിക്ചറിലാണെങ്കിലോ റെഡ് ട്രയാങ്കിൾസിന് എത്ര ഏരിയ ഉണ്ടാവും? രണ്ടാമത്തെ പടം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 9 ചുവന്ന ത്രികോണങ്ങളുണ്ട്. ഓരോ ത്രികോണങ്ങളുടെയും ഏരിയ എന്ന് പറയുന്നത് അതിൽ ആകെ 16 ത്രികോണങ്ങളുണ്ട്, ചുവപ്പും വെളുപ്പുമായിട്ട്. അപ്പം മുറിക്കാത്തൊരു ത്രികോണത്തിന് 1 എല്ലാ ത്രികോണങ്ങൾക്കും എത്ര ഉണ്ടായിരിക്കും? 1/16 1 അതിലുണ്ടാകുന്ന ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് ഇൻറ്റു മൊത്തത്തിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്, ചുവന്ന ത്രികോണങ്ങളുണ്ട് എന്നുള്ളത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ 9/16 അല്ലെങ്കിൽ 16/9 എന്നുള്ളതാണ് ആൻസർ. ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ. മൂന്നാമത്തെ പിക്ചറിലുള്ള ചുവന്ന ത്രികോണങ്ങളുടെ ആകെ മൊത്തം ഏരിയ പരപ്പളവ് എത്ര ഉണ്ടായിരിക്കും ആണ് ക്വസ്റ്റ്യൻ അടുത്തത്. അതെന്ന് പറയുന്നത് 27 × 1/64 ആണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27 ചുവന്ന ത്രികോണങ്ങളാണുള്ളത്. ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 1/64 ആണ്. അപ്പം 27 × 64 1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 27/64 എന്നുള്ള ആൻസർ കിട്ടും. ഇത്രയാണ് ആൻസർ. ഇംഗ്ലീഷ് മീഡിയമാണ് എഴുതിയിരിക്കുന്നതെങ്കിലും മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നോക്കുക, മലയാളം മീഡിയംകാർ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പറിന് അനുസരിച്ചിട്ടുള്ള അതേ ആൻസർ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മാത്സ് അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഭാഷ വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.